മെയ് 14 വിശുദ്ധ മത്തിയാസ്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയാത്തയ്ക്ക് പകരം അപ്പസ്തോല പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് വിശുദ്ധ മത്തിയാസ്. യേശു തിരഞ്ഞെടുത്ത 72 ശിഷ്യരിൽ ഒരാളായിരുന്നു അദ്ദേഹം. യേശുവിൻ്റെ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടുകയും യൂദാസ്കറിയാത്തയ്ക്ക് പകരം അപ്പസ്തോല ഗണത്തിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാളിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ച കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. 2 പേരുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു: ബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്നിവർ. മത്തിയാസിനാണ് കുറി വീണത്. അങ്ങനെ 12 അപ്പസ്തോലന്മാരോടൊപ്പം മത്തിയാസ് എണ്ണപ്പെട്ടു. പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് മറ്റ് അപ്പസ്തോലന്മാരോടൊപ്പം സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യം യൂദയായിലും തുടർന്ന് കപ്പദോച്യയിലും കാസ്പിയൻ കടലിൻ്റെ തീരപ്രദേശങ്ങളിലും ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. യഹൂദരിൽ നിന്നും വിജാതീയരിൽ നിന്നും ധാരാളം പീഡനങ്ങൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പാരമ്പര്യ വിശ്വാസമനുസരിച്ച് പാലസ്തീനായിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ നിയമത്തിൻ്റെ ശത്രു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യഹൂദർ മത്തിയാസ്ലിഹായെ കല്ലെറിഞ്ഞ് കൊന്നു. അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ട് വധിക്കപ്പെട്ടു എന്ന മറ്റൊരു പാരമ്പര്യ വിശ്വാസവും ഉണ്ട്. മത്തിയാസ്ലിഹായുടെ ശരീരം ജെറുസലേമിൽ എത്തിക്കുകയും അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ ഹെലേന രാജ്ഞിയാണ് വിശുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ റോമിലേക്ക് കൊണ്ടുവന്നത്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമൻറ്റ് മത്തിയാസിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മത്തിയാസ് പലവിധ പരിഹാരകൃത്യങ്ങളും അനുഷ്ഠിക്കുന്നതിൽ തൽപരനായിരുന്നു. തൻ്റെ ശരീരത്തെ നിർദാക്ഷിണ്യം നിയന്ത്രിച്ച് പരിഹാര ബലിയായി അദ്ദേഹം നൽകി. ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ സക്കേവൂസ് മത്തിയാസാണ് എന്നൊരു പാരമ്പര്യ വിശ്വാസം സഭയിലുണ്ട്. ഈ അഭിപ്രായം ആദ്യം പ്രകടിപ്പിച്ചത് വിശുദ്ധ ക്ലെമൻ്റാണ്. വിശുദ്ധ മത്തിയാസിൻ്റെ സുവിശേഷം എന്ന അപ്രമാണിക ഗ്രന്ഥവും അന്ത്രയോസിൻ്റെയും മത്തിയാസിൻ്റെയും നടപടികൾ എന്ന ഗ്രീക്ക് ഗ്രന്ഥവും മത്തിയാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവ് തരുന്നു. മത്തിയാസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പണ്ഡിതനായ ഒരിജൻ ഉദ്ധരിക്കുന്നുണ്ട്: മത്തിയാസ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ്. സഭയിലെ ബിഷപ്പും രക്തസാക്ഷിയുമായ മത്തിയാസ്ലീഹായുടെ ജീവിതം അനേകരുടെ മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും കാരണമായി എന്നതിന് സംശയമില്ല.